പൈസ ഇല്ലാണ്ട് പൈസ കഴിക്കണ്ടല്ലോ ബോസേ. ഇത് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ഇതാക്കാൻ നടക്കാം. എന്തിനാ ഗൂഗിൾ പേയും മറ്റേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നത്? നമുക്ക് എവിടെ പോകുമ്പോ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ക്യാഷ്ലെസ് ആയിട്ട് നടക്കാലോ. യെസ് യെസ്, ഇതിന്റെ പൈസ വേഗം ഈസി ആയിട്ട് പോവുകയും ചെയ്യും. അത് സത്യമായിട്ട് പെട്ടെന്ന് പൈസ കഴിയുന്നു. നമ്മള് പൈസ സേവ് ചെയ്യണേ ഒരു ടിപ്പ് പറഞ്ഞുതരാം. സംഭവം കുറച്ച് ടഫുള്ള സംഭവമാണെങ്കിലേ ഒരു മാസത്തേക്ക് ഫോൺ പേയും എല്ലാ ഡിജിറ്റൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. എന്നിട്ട് പൈസ ക്യാഷ് കൊണ്ടെടുക്ക്. ക്യാഷ് കൊണ്ടെടുക്കുന്നത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ ഒന്നല്ല, എന്നാലും ജസ്റ്റ് ട്രൈ നോക്ക്. പക്ഷെ നമ്മുടെ ഈ 20, 10, 30 ഇങ്ങനെ കൂട്ടി നോക്കി കഴിഞ്ഞാലേ എത്ര പൈസ നമ്മൾ അറിയാതെ പോകുന്നറിയോ. അതുപോലെ തന്നെ പർച്ചേസ്, എന്റെ ഹോബിയാണല്ലോ പർച്ചേസിങ്. അത് നിർത്താൻ പറ്റുമോ? നിർത്തുവോ? അത് നിർത്താൻ പറ്റില്ല. അപ്പൊ നിർത്തണമെങ്കിൽ നമുക്കൊരു നിർത്താണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മള് കാശ് പോകുന്ന വേറൊരു വഴിയാണ് ഈ പർച്ചേസിങ്. അതായത് നമ്മള് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ നമ്മളിങ്ങനെ മാടി വിളിക്കും, അങ്ങനെ ഓഫർ ഉണ്ട് ഇങ്ങനെ ഓഫർ ഉണ്ട് എന്നൊക്കെ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാതെ കുറെ സാധനം നമ്മൾ വാങ്ങും. അപ്പം ഇതൊക്കെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോ കുറെ സാധനങ്ങൾ അവിടെ പൊടി പിടിച്ച് കിടക്കും. നമ്മളെ വീട് നോക്കിയാൽ ഏകദേശം കാണില്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ ഡെഡ് മണിയാണ്. അപ്പൊ നിങ്ങളെ കാശ് സേവ് ചെയ്യാനേ ഈ സംഭവം ഒന്ന് ചെയ്ത് നോക്കൂ. സംഭവം കുറച്ച് ടഫാണല്ലേ, കുറച്ച് ടഫാണെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. നിങ്ങളുടെ ഫ്ലിപ്കാർട്ടും ആമസോണും അൺഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ ഗൂഗിൾ പേയും സംഭവമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു മാസം ട്രൈ ചെയ്ത് നോക്കും.